Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ്. ഹബ്ബ അൽ അംറാണ് ഇതിൻ്റെ പേര്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ നാട്ടിൽ ആശാല എന്ന് പറയും. ഇവിടെ ഹലീം സീഡ്, ക്രെഡ് സീഡ്, റെഡ് സീഡ്സ് അങ്ങനെയൊക്കെ ഇതിന് കുറേ പേരുകളുണ്ട്. ഇത് ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഈ ആശാളി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ കർക്കിടക കഞ്ഞിക്കൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി കസ്റ്റർഡ് പൗഡറിലാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. വനില കസ്റ്റർഡ് പൗഡർ അത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഞാനിവിടെ അടിച്ചിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് പാലിൽ നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അത് ചൂടില്ലാത്ത പാൽ വെച്ചിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചെടുക്കുന്നുള്ളത്. 3 കപ്പ് പാല്. അപ്പോൾ 3 കപ്പ് പാലും ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ചേർത്തെടുക്കാം. ഷുഗർ വേണ്ടാത്തവർ അവോയ്ഡ് ചെയ്യാം. അതിന് പകരം ഹണിയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ എന്താണ് നമ്മൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം. അതൊന്നും ഇല്ലാതെ വെറുതെ ആയിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ടൈമിൽ നമ്മൾക്ക് ഈ സബ്ജ സീഡ് പോലത്തെ ഈ സീഡില്ലേ, ഈ ആശാലി ക്രെഡ് സീഡ് അത് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. സബ്ജ സീഡിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയാണ് ഇതിന്. ഇതിലേക്ക് ഞാൻ നമ്മളുടെ സഫ്രോണിലെ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു 1/2 ടീസ്പൂണ് കാർഡമം പൗഡറാണ് ചേർത്തൊടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് ഈ വെള്ളത്തിൽ കുതിർന്ന് വെച്ചിട്ടുണ്ടായിരുന്ന അതിനെ ഞാൻ ഒരു അരപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒന്ന് ഇതിൽ കിടന്ന് വെന്ത് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കസ്റ്റർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. ഇതാ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ഒഴിക്കുന്നതിനനുസരിച്ച് അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് ലൂസായിട്ട് കുടിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് ലൂസായി തന്നെയാണ് ഇത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് തണുക്കും തോറും ഇതിനേക്കാളും കട്ടിയായി പോകും. അപ്പോൾ ഇത്രയ്ക്കും കൺസിസ്റ്റൻസി മതി ഇതിന്. കൂടുതൽ ലൂസായി വേണമെന്നുണ്ടെങ്കിൽ പാൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് പാകമായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾക്ക് വിശപ്പിനും ദാഹത്തിനും എല്ലാത്തിനും ഒരുപോലെ തണുത്തിട്ടും കഴിക്കാം, ചൂടോടെയും കഴിക്കാം. ഇവിടെ നല്ല തണുപ്പാണ് ഈ ടൈമിൽ. ആയിട്ടുള്ള ഈ വെറൈറ്റി ഡ്രിങ്ക് അബ്ബത്ത് അൽ അംറ എന്ന ഈ ഡ്രിങ്ക് അറബികളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അവർ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് ഇത്. അപ്പോൾ ഹെൽത്തിയും കൂടിയല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. ഒരു തവണ ട്രൈ ചെയ്താൽ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്കും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടി തന്നെയാണ് കേട്ടോ ഇത്. ഈ റമദാനിൽ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ഇത്. അല്ലാതെയും ഗസ്റ്റൊക്കെ നമ്മളുടെ വീട്ടിൽ വരണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. വെൽക്കം ഡ്രിങ്കായിട്ടും ഇത് നമ്മൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.